കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുഭാഷേട്ടൻ ആകെ സങ്കടത്തിലായിരിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആ ജ്യോത്സ്യൻ പറഞ്ഞ വാക്കുകൾ അയാളുടെ കാതുകളിൽ ഈയം ഉരുക്കിയൊഴിച്ചതുപോലെ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. നിന്റെ ജാതകത്തിൽ കടുത്ത സ്ത്രീദോഷമുണ്ട് സുഭാഷേ. ഈ വീട്ടിൽ നീ തുടർന്നു കഴിഞ്ഞാൽ നിന്റെ തണലിൽ കഴിയുന്ന നിന്റെ അനിയന്മാരുടെ എല്ലാം ഭാവി തകരും. അവരുടെ ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാവില്ല. നീയാണ് ഈ കുടുംബത്തിന്റെ ശാപം. ആ വാക്കുകൾ സുഭാഷിന്റെ ആത്മാവിനെ അത്രമേൽ തളർത്തി കളഞ്ഞിരുന്നു. താൻ ജീവന് തുല്യ സ്നേഹിക്കുന്ന അനിയന്മാരായ സുധീഷിന്റെയും ഹരീഷിന്റെയും നികേഷിന്റെയൊക്കെ മുഖങ്ങൾ അയാളുടെ കണ്ണുകളിൽ ഇങ്ങനെ മിന്നിമറഞ്ഞു. സ്വന്തം സുഖങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരെ ഒരു അമ്മയെ പോലെയും അച്ഛനെ പോലെയും നോക്കി വളർത്തിയതൊക്കെ അവരെ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? ഇല്ല, താൻ കാരണം അവരാരും കണ്ണീര് കുടിക്കാൻ പാടില്ല. ആ ചിന്ത അയാളെ മാനസികമായും പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു. അയാൾ പതുക്കെ മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ നിഷ്കളങ്കമായി ഉറങ്ങിക്കിടക്കുന്ന അനിയന്മാരെ അയാൾ അവസാനമായി ഒരു നോക്ക് കണ്ടു. നെഞ്ചു പൊട്ടുന്ന സങ്കടം പുറത്തു വരാതിരിക്കാൻ വേണ്ടി അയാൾ ചുണ്ടുകൾ അമർത്തിക്കടിച്ചു. മേശപ്പുറത്തിരുന്ന ഒരു ഡയറി എടുത്ത് വിറക്കുന്ന കൈകളോടുകൂടി അയാൾ ഒരു കത്തെഴുതി വെച്ചു. തന്റെ ഈ തീരുമാനത്തിന് പിന്നിലെ വേദനയും അനിയന്മാരോടുള്ള സ്നേഹവും ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഫോണും മറ്റ് വ്യക്തിപരമായ സാധനങ്ങളെല്ലാം മേശപ്പുറത്ത് തന്നെ ഉപേക്ഷിച്ചതിനു ശേഷം ആരും അറിയാതെ സുഭാഷ് കിളിക്കൂടിന്റെ പടിയിറങ്ങി ഇരുടലിലേക്ക് നടന്നു നീങ്ങി. പെയ്യാൻ നിറങ്ങി നിൽക്കുന്ന കാർമേഘങ്ങളെയൊക്കെ സാക്ഷിയാക്കി ആ വീടിന്റെ ഉമ്മറത്തെ വെളിച്ചം പതുക്കെ അയാളുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. പിന്നീട് അടുത്ത ദിവസം പുലർച്ചെ കിളിക്കൂട്ടിൽ പതിവില്ലാതെ ഒരു നിശബ്ദത പടർന്നിരുന്നു. എന്നു രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ചായ തിളപ്പിക്കുന്ന സുഭാഷിന്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് തന്നെ നിധി പതുക്കെ ഉമ്മറത്തേക്ക് വന്നു. സുഭാഷിന്റെ മുറി തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾ അങ്ങോട്ടേക്ക് നടന്നു. എന്നാൽ അവിടെ സുഭാഷേട്ടൻ ഉണ്ടായിരുന്നില്ല. മേശപ്പുറത്തിരിക്കുന്ന ഫോണും അതിന്റെ അരികിലായിരിക്കുന്ന മടക്കി വെച്ച ഒരു പേപ്പറും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആകാംക്ഷയോടെ ഭയത്തോടുകൂടി നിധി ആ ഒരു കത്തെടുത്ത് വായിച്ചു. എന്റെ പ്രിയപ്പെട്ടവർക്ക്, ഞാൻ കാരണം ഈ കുടുംബത്തിന് ഇനിയൊരു ദോഷവും ഉണ്ടാവരുത്. ജ്യോത്സ്യൻ പറഞ്ഞത് സത്യമാണ്. ഞാനിവിടെ തുടർന്നാൽ അനിയന്മാരുടെ ഭാവി ഇരുട്ടിലാവും. അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടിറങ്ങി പോകുന്നു. എന്നെ ഇനി ആരും തിരഞ്ഞു വരേണ്ടതില്ല. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക. കത്തിലെ വരികൾ വായിച്ചു തീർന്നതിനു ശേഷം നിധിയുടെ കണ്ണുകൾ വിറച്ചു. അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. സുധീഷേ, ഹരീഷേ, ഒന്നിങ്ങോട്ടേക്ക് ഓടി വന്നേ, അവൾ ഉച്ചത്തിൽ പറഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് സുധീഷും ഹരീഷും നികേഷും ഒപ്പം അച്ഛനായ ഭാസ്കരൻ അങ്ങോട്ടേക്ക് ഓടിയെത്തി. കാര്യം എന്തെന്നറിയാതെ പരിഭ്രമിച്ചു നിന്ന അവരുടെ കൈകളിലേക്ക് നിധി ആ ഒരു കത്ത് നൽകി. കത്ത് വായിച്ചപ്പോൾ സുധീഷിന്റെ കാലിടറി. എന്റെ ഏട്ടൻ എങ്ങോട്ടേക്കായി പോയത്? അവൻ ആകെ തകർന്നുപോയി. ഒരു നിമിഷം പോലും കളയാതെ അവരെല്ലാവരും സുഭാഷിനെ തിരഞ്ഞ് പല വഴിക്കായി ഇറങ്ങി. സുധീഷ് നേരെ ഓടിയെത്തിയത് സുഭാഷിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന സുഹൃത്തായ അവിനാശിന്റെ അടുത്തേക്കാണ്. രാവിലെ തന്നെ ശ്വാസം കിട്ടാതെ ഓടിയെത്തിയ സുധീഷിനെ കണ്ട് അവിനാശ് അത്ഭുതപ്പെട്ടു. എന്താടാ സുധീഷേ, എന്തുപറ്റി? അവിനാശ് ചോദിച്ചു. അവിനാശേ, സുഭാഷേട്ടൻ ഇന്നലെ രാത്രി കത്തെഴുതി വെച്ച് വീട് വിട്ടിറങ്ങിപ്പോയടാ. ഫോണും വീട്ടിലുണ്ട്. രാവിലെ മുതൽ തിരിഞ്ഞിട്ട് എവിടെയും കാണാനില്ല. നിന്റെ അടുത്തെങ്ങാനും വന്നോ? എന്തെങ്കിലും അറിയാമോ? സുധീഷ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്നാൽ അവിനാശിന്റെ മുഖത്ത് പെട്ടെന്നൊരു ഭാവവ്യത്യാസം വന്നുവെങ്കിലും അവൻ അത് മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലടാ സുധീഷേ, സുഭാഷേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടൊന്നുമില്ല. ഇന്നലെ ജോലി കഴിഞ്ഞ് പിരിഞ്ഞതാ. എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ ഉടനെ അറിയിക്കണേ എന്ന് പറഞ്ഞ് സുധീഷ് ഉടനെ അവിടെ നിന്നും മടങ്ങി. മറുഭാഗത്ത് ഹരീഷും നികേഷും നഗരത്തിലെ പ്രധാന ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സുഭാഷിന് പരിചിതമായ എല്ലായിടങ്ങളും അരിച്ചു പെറുക്കി അന്വേഷിച്ചു. ആളുകളോട് ഫോട്ടോ കാണിച്ചു ചോദിച്ചുവെങ്കിലും ആർക്കും തന്നെ അതൊന്നും തന്നെ അറിയില്ലായിരുന്നു. ഒടുവിൽ നിരാശയുടെയും തളർച്ചയുടെയും അവരെല്ലാം തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീടിന്റെ ഉമ്മറത്ത് കാത്തു നിൽക്കുന്ന നിധിയുടെ മുന്നിലേക്ക് അവർ തല താഴ്ത്തി ചെന്നു. ഏട്ടൻ തിരിച്ചു വന്നോ നിധി? സുധീഷ് പ്രതീക്ഷയോട് കൂടി ചോദിച്ചു. എന്നാൽ നിധി ഇല്ല എന്ന് തലയാട്ടിയപ്പോൾ അവരുടെ ഉള്ളിലെ അവസാനത്തെ പ്രതീക്ഷയും കരിഞ്ഞുപോയി. ഭാസ്കരന്റെ മനസ്സിലേക്ക് ജ്യോത്സ്യൻ പറഞ്ഞ ശാപവാക്കുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞു. തന്റെ മകന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആ വൃദ്ധൻ ഒരു മൂലയിലിങ്ങനെ തളർന്നിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ അനിയന്മാർ ആകെ തളർന്നിരുന്നു. ഏറ്റവും ഇളയവനായ നികേഷ് ഭയം കാരണം ഒന്നും മിണ്ടാതെ ഒരു മൂലയിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ ചുവർന്നു വീർത്തിരുന്നു. സുധീഷ് അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അവന്റെ ഉള്ളിലെ പേടി മാറുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ട് നിധി ഇടപെട്ടു. അവൾ നികേഷിനെ കുടിക്കാൻ വേണ്ടി വെള്ളം നൽകി അവനെ ഹരീഷിനെ ഏൽപ്പിച്ചു. നമുക്കെങ്ങനെ ഇരുന്നാ പോലെ സുധീഷെ, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി വിടാം, നിധി ധൈര്യം സംഭരിച്ച് പറഞ്ഞു. സുധീഷും നിധിയും ഉടനെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. വഴിമധ്യേ സുധീഷിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ വഴിയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു. നിധി, സുഭാഷേട്ടനെ തിരിഞ്ഞ് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലടോ. ഏട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. നിധി അവന്റെ കൈകളിൽ പിടിച്ച് ധൈര്യം നൽകി അവളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്റ്റേഷനിലേക്ക് എത്തിയവർ SIയെ കണ്ട് പരാതി നൽകി. സുഭാഷ് എഴുതി വെച്ച കത്തും അയാളുടെ ഫോട്ടോയും അവർ പോലീസിന് കൈമാറി. SI കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ മോശമായി സംസാരിക്കാൻ തുടങ്ങി. ഇത് മറ്റേ ആ ഭാസ്കരന്റെ മകനല്ലേ?
അച്ഛൻ പണ്ട് ജയിലിൽ പോയ കേസുള്ളതല്ലേ അവിടെ, ആ പാരമ്പര്യമൊക്കെ കാണും. അയാൾ പരിഹാസത്തോടെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിധിയുടെ ചോരങ്ങ് തിളച്ചു. അവൾ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ആ ഒരു കോൺസ്റ്റബിളിന് നേരെ തിരിഞ്ഞു. ദേ സാറേ, ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളുടെ ഏട്ടനെ കാണാനില്ല എന്ന് പരാതി നൽകാനാണ്, അല്ലാതെ ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം കേൾക്കാനല്ല. പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ അപമാനിക്കാരൊന്നും നോക്കണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണോ അത് മാത്രം ചെയ്യ്, അവൾ ശക്തമായി പ്രതികരിച്ചു. അവളുടെ ധീരമായ മറുപടി കേട്ട് SI കോൺസ്റ്റബിളിനെ കണ്ണുരുട്ടി കാണിച്ചു. തുടർന്ന് സുഭാഷിന്റെ പ്രായവും മറ്റു വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഫോട്ടോ എല്ലാ സ്റ്റേഷനിലും വയർലെസ് വഴി എല്ലാം അയക്കാൻ തുടങ്ങി. എന്നിട്ട് SI നിർദ്ദേശിച്ചു. എന്നാൽ തുടർന്ന് SI ചോദിച്ച ചോദ്യം അവരുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. ഈ കത്ത് വായിച്ച ആൾക്ക് ആത്മഹത്യാ പ്രവണത വല്ലതും ഉണ്ടായിരുന്നോ എന്ന്. അയാൾ ജീവനൊടുക്കാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഇതുപോലെ കാണാതായ ഒരാളെ അടുത്തുള്ള ഒരു കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിക്കിരുന്നു. റെയിൽവേ ട്രാക്കുകളിലും ഒക്കെയൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. പോലീസിന്റെ വാക്ക് കേട്ടപ്പോൾ സുധീഷിന്റെയും നിധിയുടെയും ഉള്ളിൽ ഭയം ഇരച്ചു കയറി. ഇല്ല സാർ, എൻ്റെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞങ്ങളുടെ ഉപേക്ഷിച്ച് സുധീഷ് ഏട്ടൻ എങ്ങോട്ടേക്കും പോവില്ല. സുധീഷ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒടുവിൽ പരാതി എഴുതി വാങ്ങി ഒപ്പിട്ടതിനു ശേഷം അന്വേഷിക്കാമെന്ന് SI ഉറപ്പു നൽകി. സ്റ്റേഷന് പുറത്തിറങ്ങി സുധീഷിന് തന്റെ ദുഃഖം നിയന്ത്രിക്കാനായില്ല. അവൻ സ്റ്റേഷന്റെ ഒരു വശത്തേക്ക് മാറിയിരുന്ന് കൊച്ചു കുട്ടികളെപ്പോലെ വിതുമ്പാൻ തുടങ്ങി. എൻ്റെ ഏട്ടൻ പോയി, എന്നെ വിട്ടുപോയി, അവൻ സ്വയം പറഞ്ഞു കരഞ്ഞു. കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വന്ന നിധി കരഞ്ഞു തളർന്നു നിൽക്കുന്ന സുധീഷിനെ കണ്ടു. അവൾ ഓടിച്ചെന്ന് അവൻ്റെ അരികിലേക്ക് ചെന്ന് പറഞ്ഞു. സുധീഷ് അവളുടെ തോളിലേക്ക് വീണു. നിധി, ആ SI പറഞ്ഞത് നീ കേട്ടില്ലേ? ഏട്ടൻ ജീവനൊടുക്കി കാണോ റെയിൽവേ ട്രാക്കിലും കിണറ്റിലും ഒക്കെ നോക്കാനേ. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി ഏട്ടനെ ശ്രദ്ധിക്കാൻ നീ എന്നോട് പറഞ്ഞെങ്കിലും ഞാനത് കേൾക്കാതെ ഉറങ്ങിപ്പോയല്ലോ. ഞാനാണ് തെറ്റുകാരൻ, അവൻ സ്വയം കുറ്റപ്പെടുത്തി. നിധി അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. എങ്കിലും അവൾ ധൈര്യം കൈവിട്ടില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല സുധീഷേ. പോലീസുകാർ അവരുടെ രീതിയിൽ എല്ലാ സാധ്യതകളും ചിന്തിക്കുന്നതാണ്. നമ്മുടെ ഏട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റായ തീരുമാനമെടുക്കില്ല. നിങ്ങളെ എല്ലാവരെയും മക്കളെ പോലെ നോക്കിയ ആളല്ലേ. നമ്മളെ വിട്ട് ഏട്ടനെങ്ങനും പോവാനൊന്നും കഴിയില്ല. അവൾ അവൻ്റെ കണ്ണീരൊപ്പി. ഏട്ടൻ കൂടിയുള്ളപ്പോൾ അതിൻ്റെ വില നമ്മൾ അറിഞ്ഞില്ല നിധി. സുധീഷ് വിതുമ്പലോടെ ഓർത്തു. ജോലി കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ കഴിച്ചോ എന്ന് തിരക്കി സ്നേഹത്തോട് ചോറ് വിളമ്പിത്തരുന്ന ആ ഏട്ടനില്ലാതെ ആ വീട്ടിലേക്ക് എനിക്കിനി എങ്ങനെ കയറി ചെല്ലാൻ പറ്റും? അവൻ്റെ വാക്കുകൾ നിധിയുടെ ഹൃദയത്തിൽ തറച്ചു. അവൾ പതുക്കെ എഴുന്നേറ്റ് അടുത്തുള്ള കടയിൽ നിന്നും ഒരു കുപ്പി വെള്ളം വാങ്ങി അവന് നൽകി. സുധീഷ് ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട. നാളെ ഈ സമയമാകുമ്പോഴേക്കും ഏട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ പഴയതുപോലെ സന്തോഷമായി ജീവിക്കും. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ അവനെയും കൂട്ടി നിധി നേരെ കിളിക്കൂട്ടിലേക്ക് മടങ്ങി. അവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വണ്ടിയിൽ നിന്നിറങ്ങി അതീവ സങ്കടത്തോടെ അകത്തേക്ക് പോകുന്ന സുധീഷിന് വലിയ ആശങ്കയോടെയാണ് ഭാസ്കരൻ നോക്കി നിന്നത്. പോലീസ് സ്റ്റേഷനിലെ വിവരങ്ങൾ അറിയാൻ നികേഷും ഹരീഷും ഓടിയെത്തി. പരാതി നൽകിയിട്ടുണ്ടെന്നും ഫോട്ടോ എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചിട്ടുണ്ടെന്നും നിധി അവരെ അറിയിച്ചു. ഈ കനത്ത അന്തരീക്ഷത്തിനിടയിലാണ് പെട്ടെന്ന് സുധീഷിന്റെ ഫോണ് ബെല്ലടിച്ചത്. ഒരു അപരിചിതമായ നമ്പറിൽ നിന്നായിരുന്നു അത്. ഒരുപക്ഷെ സുഭാഷേട്ടൻ മറ്റാരുടെങ്കിലും ഫോണിൽ നിന്നും വിളിക്കണോ എന്ന ആ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി സുധീഷ് വേഗം ഫോണെടുത്തു. ഹലോ സുഭാഷേട്ടാ, അവൻ വിളിച്ചു. എന്നാൽ മറുപുറത്തു നിന്ന് വന്ന ശബ്ദം അവനെ നിരാശനാക്കി. അതൊരു ബാങ്കിൽ നിന്ന് പ്രൊമോഷൻ കോളായിരുന്നു. സർ, നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടോ എന്ന് അവർ ചോദിച്ചുവെങ്കിലും മാനസികമായി തറന്നു നിൽക്കുന്ന സുധീഷിന് ദേഷ്യം അടക്കാനായില്ല. ആവശ്യമില്ലാഞ്ഞിട്ടാടാ, ഫോൺ വെക്കടാ. അവൻ ആക്രോശിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. സുഭാഷേട്ടനില്ലാത്ത ആ വീട്ടിൽ ഒരു നിമിഷം പോലും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു ഹരീഷ്. എനിക്കിവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ഞാൻ വീണ്ടും പുറത്തു പോയി തിരയാൻ പോവാണ്. അവൻ നിർബന്ധം പിടിച്ചു. എന്നാൽ സുധീഷ് അവനെ തടഞ്ഞു. നമ്മൾ നോക്കാത്ത ഒരു ഇടവുമില്ലല്ലോ ഹരീഷേ. ഇനി നീ കൂടി എങ്ങോട്ടേക്കെങ്കിലും പോയാൽ പിന്നെ നിന്നെ തിരിഞ്ഞ് നടക്കേണ്ടി വരും ഞങ്ങൾ. ദയവ് ചെയ്ത് അടങ്ങിയിരിക്ക്. എങ്കിലും ഹരീഷ് അത് കേൾക്കാൻ കൂട്ടാക്കാതെ ബൈക്കും എടുത്ത് വീണ്ടും പാഞ്ഞുപോയി. ഈ സമയത്ത് സുഭാഷിനെ കാണാതായ വാർത്ത അറിഞ്ഞുകൊണ്ട് ബന്ധുക്കളായ ഗംഗാധരനും ലളിതയൊക്കെ കിളിക്കൂട്ടിലേക്ക് എത്തിയിരുന്നു. നിധി അവരോട് ജാതകദോഷത്തെക്കുറിച്ചും സുഭാഷ് എഴുതി വെച്ച കത്തിനെക്കുറിച്ചും സംസാരിച്ചു. കത്ത് വായിച്ചു നോക്കിയ ഗംഗാധരൻ ഒട്ടും ദയയില്ലാതെ പറഞ്ഞു. ഇത് ഈ വീടിന്റെ ദോഷമാണ്. ഈ കിളിക്കൂടി എന്ന് പറയുന്ന വീട് തന്നെ ശാപമാണ്. ഉടനെ തന്നെ നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു മാറണം. ഇത് കേട്ടുകൊണ്ടുവന്ന ഭാസ്കരന് ദേഷ്യം അടക്കാനായില്ല. എൻ്റെ മകനെ ഇവർ എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ നാട് വിട്ടത്, അല്ലാതെ വീടിന്റെ ദോഷം കൊണ്ടൊന്നല്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ അവരോട് തർക്കിക്കാൻ തുടങ്ങി. വീട്ടിൽ വലിയ വാക്ക് തർക്കങ്ങൾ നടന്നു. ഒടുവിൽ ഗംഗാധരനും ലളിതയും ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. രാത്രിയായിട്ടും അന്വേഷിക്കാൻ പോയ ഹരീഷ് തിരികെ വരാതായതോടുകൂടെ വീട്ടിലാകെ ആശങ്ക ഇരട്ടിച്ചു. നികേഷ് ആകെ തളർന്നു മിണ്ടാതിരിക്കുകയാണ്. ഇത് കണ്ട് നിധിയും സുധീഷും ഭയന്നുപോയി. ഇതിനിടയിൽ ഉമ്മറത്ത് നിന്ന ഭാസ്കരൻ മറ്റൊരു സംശയം ഉന്നയിച്ചു. എനിക്ക് തോന്നുന്നത് സുഭാഷ് ആ അവിനാശിന്റെ സഹോദരി ചാന്ദിനിയോടൊപ്പം ഒളിച്ചോടിപ്പോയിരിക്കുമെന്നാണ്. അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ആദ്യം സുധീഷ് ഇത് ദേഷ്യത്തോടെ തള്ളിക്കളഞ്ഞു. എൻ്റെ ഏട്ടനെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറയരുതച്ചാ, അവൻ പറഞ്ഞു. എന്നാൽ പെട്ടെന്നാണ് രാവിലെ താൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവിനാശിന്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഭാവവ്യത്യാസം, പരിഭ്രാന്തിയെല്ലാം തന്നെ സുധീഷിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ഒരു പക്ഷേ ഏട്ടൻ അവിടെ കാണുമോ എന്നൊരു നേരത്തെ പ്രതീക്ഷ അവന്റെ ഉള്ളിൽ മിന്നി മറഞ്ഞു.
അവൻ ആ രാത്രിയിൽ തന്നെ അവിനാശിന്റെ വീട് തിരഞ്ഞിറങ്ങി. രാത്രിയുടെ ഇരുട്ടിൽ സുധീഷ് അവിനാശിന്റെ വീടിന്റെ മുന്നിലേക്ക് എത്തി. അവന്റെ ഹൃദയം ഇങ്ങനെ പെടപെടാമിടിക്കുന്നുണ്ടായിരുന്നു. അവൻ ചെന്ന് ആ വീടിന്റെ വാതിൽ ശക്തമായി മുട്ടി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിനാശ് വാതിൽ തുറന്നു. സുധീഷിനെ ഈ സമയത്ത് അവിടെ കണ്ടതോടുകൂടി അവിനാശിന്റെ മുഖം വിളറി. സുധീഷെ, ഈ രാത്രിയിൽ എന്താടാ ഇവിടെ? അവിനാശ് പരിഭ്രമത്തോടെ ചോദിച്ചു. അവിനാശ് മറുപടി നൽകുന്നതിന് മുൻപ് തന്നെ വീടിന്റെ ഉള്ളിൽ നിന്നും സുധീഷിന്റെ കാതുകളിലേക്ക് ആ ഒരു ശബ്ദം വന്നു വീണു. അത് മറ്റാരുടേതുമായിരുന്നില്ല, തന്റെ പ്രിയപ്പെട്ട സുഭാഷേട്ടന്റേതായിരുന്നു. ആ ശബ്ദം കേട്ട ഉടനെ തന്നെ സുധീഷ് അവിനാശിനെ അങ്ങ് തള്ളി മാറ്റി അകത്തേക്ക് ഓടിക്കയറി. അവിടെ ഡൈനിങ് ടേബിളിന്റെ അടുത്തിരുന്ന് ചാന്ദിനി ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമെല്ലാം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു സുഭാഷ്. സുധീഷ് അകത്തേക്ക് വരുമ്പോൾ സുഭാഷ് ചാന്ദിനിയോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ അനിയന്മാർക്ക് വേണ്ടിയാണ് ആ വീട് വിട്ടിറങ്ങിയത്. ഞാൻ അവിടെ നിന്നും മാറിയാൽ മാത്രമേ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുള്ളൂ. അവരെന്നെ പതുക്കെ മറന്നോളും. അവർ സന്തോഷമായി തന്നെ ജീവിക്കട്ടെ. സുഭാഷേട്ടാ! ദേഷ്യവും സങ്കടവും കലർന്ന സുധീഷിന്റെ ആ ഒരു ഉച്ചത്തിലുള്ള വിളി കേട്ട് സുഭാഷ് അങ്ങ് ഞെട്ടിപ്പോയി. അയാൾ കയ്യിലിരുന്ന ഭക്ഷണവുമായി എഴുന്നേറ്റ് നിന്നു. സുധീഷിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ ഞങ്ങൾ അവിടെ ഭ്രാന്തി പിടിച്ചതുപോലെ ഓരോ തെരുവിലും നിങ്ങളെ തിരഞ്ഞു നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വിരുന്ന് സുഖമായി ഇങ്ങനെ ഭക്ഷണം കഴിക്കുവാണോ? സുധീഷ് പൊട്ടിക്കാരനെ കൊണ്ട് ചോദിച്ചു. അവൻ അവിനാശൻ നേരെ തിരിഞ്ഞു. നീ എന്തൊരു കൂട്ടുകാരനാടോ അവിനാശേ! രാവിലെ ഞാൻ നിന്റെ കാല് പിടിക്കാത്ത കുറവായി ചോദിച്ചതില്ലേ സുഭാഷേട്ടനെ കുറിച്ച് എന്തെങ്കിലും അറിയോ എന്ന്? എന്നിട്ടും നീ എന്നോട് കള്ളം പറഞ്ഞില്ലേ? അവിനാശ് തല താഴ്ത്തി നിന്നു. സുഭാഷ് പതുക്കെ സുധീഷിന്റെ അരികിലേക്ക് വന്നു. എടാ സുധീഷേ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളെ തകർക്കാൻ വേണ്ടിയല്ല പോയത്. എന്റെ ജാതകദോഷം കാരണം നിങ്ങളുടെ ജീവിതം നിർത്തേട്ടാ. സുധീഷ് സുഭാഷിന്റെ മുന്നിൽ വിതുമ്പി. ഏട്ടനില്ലാതെ ഞങ്ങൾക്ക് എന്ത് ജീവിതമാണുള്ളത്? ഒരു ജ്യോത്സ്യൻ എന്തോ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഉപേക്ഷിച്ചു പോരാൻ ഏട്ടൻ എങ്ങനെ തോന്നി? ഞങ്ങൾ അനുഭവിച്ച സങ്കടം ഏട്ടനറിയുമോ? സങ്കടം സഹിക്കാനാവാതെ സുധീഷ് ഓടിച്ചെന്ന് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അനിയന്റെ ആ ഒരു സ്നേഹപ്രകടനം കണ്ടപ്പോൾ സുഭാഷിന്റെ ഉള്ളിലെ എല്ലാ നിയന്ത്രണങ്ങളും തകർന്നു. അവൻ തന്റെ ഭാഗത്തുണ്ടായ തെറ്റോർത്തുകൊണ്ട് അയാൾ സുധീഷിനെ അങ്ങ് ചേർത്ത് പിടിച്ച് കരഞ്ഞു. ചാന്ദിനിയും അവിനാശും ആ രംഗം കണ്ട് കണ്ണുനീർ വാർത്തു. ഇനി ഒരിക്കലും ഞങ്ങളെ വിട്ടു പോകില്ല എന്ന് ദൈവത്തെ ഓർത്ത് സത്യം ചെയ്യേട്ടാ. സുധീഷ് സുഭാഷിന്റെ കൈയെ പിടിച്ചുകൊണ്ട് തന്നെ സത്യം ചെയ്യിപ്പിച്ചു. സുഭാഷ് സമ്മതിച്ചതോടുകൂടി തന്നെ സുധീഷ് ഉടനെ തന്നെ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ച് നിധിയെ വിവരം അറിയിച്ചു. നിധി, ഏട്ടനെ കിട്ടിയിട്ടോ? ഏട്ടൻ നിന്റെ കൂടെയുണ്ട്. ഫോണിൽ മറുതലക്കൽ ആ വാർത്ത കേട്ട് നിധി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൾ ഉടനെ തന്നെ വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാം വിവരം അറിയിച്ചു. അതിനുശേഷം അവിനാശിനോടും ചാന്ദിനിയോടും നന്ദിയും പറഞ്ഞ് യാത്രയും പറഞ്ഞ് അവിടെ നിന്നും ബൈക്കിൽ കയറി പുറകിലിരുന്ന് സുധീഷിന്റെ കൂടെ കിളിക്കൂട്ടിലേക്ക് മടങ്ങാണ് സുഭാഷേട്ടൻ. അവർ കിളിക്കൂടിന്റെ മുറ്റത്തേക്ക് എത്തിയപ്പോഴേക്കും നിധി സന്തോഷത്തോടെ എല്ലാവരെയും വിളിച്ചുകൂട്ടി പുറത്തേക്ക് വന്നു. ബൈക്കിൽ നിന്നും സുഭാഷ് ഇറങ്ങിയപ്പോൾ നികേഷും ഹരീഷൊക്കെ ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നിങ്ങൾ ഞങ്ങളുടെ സ്നേഹത്തെക്കാളും വലുത് ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞ വാക്കുകളാണോ ഏട്ടാ? ഹരീഷ് സങ്കടത്തോടെയും പരിഭവത്തോടെയും ചോദിച്ചു. ഇനി ഞാൻ നിങ്ങളെ വിട്ട് എങ്ങോട്ടേക്കും പോവില്ലടാ. എന്നോട് ക്ഷമിക്കണം. സുഭാഷ് തന്റെ അനിയന്മാരെ 3 പേരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ഒരു വൈകാരികമായ നിമിഷങ്ങൾ കണ്ടുകൊണ്ടാണ് ഭാസ്കരൻ തന്റെ പഴയ സൈക്കിളിൽ അങ്ങോട്ടേക്ക് വന്നിറങ്ങിയത്. തന്റെ അച്ഛന്റെ മുന്നിലേക്ക് ഒരു തെറ്റുകാരനെ പോലെ സുഭാഷ് പതുക്കെ നടന്നു ചെന്നു. അച്ഛാ, ഞാൻ സുഭാഷ് സംസാരിക്കാൻ തുടങ്ങിയതേയുള്ളൂ. പെട്ടെന്ന് ദേഷ്യം അടക്കാനാവാതെ ഭാസ്കരൻ തന്റെ വലതുകയോങ്ങി സുഭാഷിന്റെ കർണത്തങ്ങ് ആഞ്ഞടിച്ചു. ഠേ എന്നൊരു വലിയ ശബ്ദത്തോടു കൂടി ആ രാത്രിയുടെ നിശബ്ദതങ്ങ് മുഴങ്ങി കേട്ടു. ആ രംഗം കണ്ട് അനിയന്മാരും നിധിയും ഒരുപോലെ ഞെട്ടിത്തരിച്ചുപോയി. സുഭാഷ് തന്റെ കവിളിൽ കൈവച്ചുകൊണ്ട് അച്ഛനെ നോക്കി നിന്നു. ഭാസ്കരന്റെ കണ്ണുകളിൽ ദേഷ്യവും ഒപ്പമല്ലാത്ത സങ്കടവും നിറഞ്ഞു നിന്നു. അയാൾ തന്റെ ഉള്ളിലെ വേദന പുറത്തെടുത്ത് സംസാരിച്ചു. നാട്ടുകാർ എന്നെക്കുറിച്ച് എന്തൊക്കെയോ അപവാദങ്ങൾ പറഞ്ഞിട്ടാടാ ഞാൻ ഈ നാട് വിട്ടുവിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? പറയുന്നവർ 1000 കാര്യങ്ങൾ പറയും. പക്ഷേ നമ്മൾ ശരിയാണോ എന്ന് നമ്മുടെ മനസാക്ഷിയല്ലേ അറിയേണ്ടത്? ഏതോ ഒരു നക്കാപ്പിച്ച് ജ്യോത്സ്യൻ എന്തോ ഒരു വിഡിത്തം പറഞ്ഞത് കേട്ട് നീ പാതിരാത്രിക്ക് സ്വന്തം അനിയന്മാരെ വഴിയിൽ ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? നീയാണ് ഈ കുടുംബത്തിന്റെ മൂത്ത മകൻ. അത്രയും ചോദിച്ച് ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ അകത്തേക്ക് നടന്നുപോയി. അച്ഛന്റെ അടി കൊണ്ട് വിഷമിച്ച് നിന്ന സുഭാഷിനെ അനിയന്മാരെല്ലാവരും ചേർന്ന് ആശ്വസിപ്പിച്ചു. അച്ഛന് സങ്കടം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഏട്ടാ, സുധീഷ് പറഞ്ഞു. നിധി അകത്തു നിന്നും എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി വെള്ളമെടുത്ത് നൽകി. രാവിലെ മുതൽ ഈ വീട്ടിൽ ആരും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല ഏട്ടാ. എല്ലാവരും പട്ടിണിയിലായിരുന്നു. അവൾ പറഞ്ഞു. താൻ കാരണം കുടുംബം മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വന്നു എന്നോർത്തുകൊണ്ട് സുഭാഷിന് വല്ലാത്ത കുറ്റബോധം തോന്നി. എന്നോട് ക്ഷമിക്കണമെടാ, ഞാൻ കാരണം. അയാൾ മാപ്പ് ചോദിച്ചു. പെട്ടെന്ന് അന്തരീക്ഷത്തിലെ കനം കുറക്കാൻ വേണ്ടി നിധി ചോദിച്ചു. അല്ല സുധീഷേ, സുഭാഷേട്ടനെ എവിടെ നിന്നാ കിട്ടിയത്? അതുവരെ സങ്കടപ്പെട്ടിരുന്ന സുധീഷിന്റെ മുഖത്ത് പെട്ടെന്നൊരു കുസൃതി വിരിഞ്ഞു. അത് പിന്നെ നമ്മളിവിടെ എല്ലാവരും പട്ടിണി കിടന്ന് തിരുവനന്തപുരം മുഴുവൻ അരിച്ചു പെറുക്കി ഏട്ടനെ തിരയുമ്പോൾ നമ്മുടെ സുഭാഷേട്ടൻ അവിടെ അവിനാശിന്റെയും ചാന്ദിനിയുടെയും വീട്ടിലിരുന്ന് നല്ല ചൂട് ചപ്പാത്തി കഴിക്കാൻ തയ്യാറെടുക്കുമായിരുന്നു. ഇത് കേട്ടപ്പോൾ സുഭാഷ് പെട്ടെന്നങ്ങ് തിരുത്തി. ഡാ, കള്ളം പറയരുത്. ചാന്ദിനി ചപ്പാത്തി ഉണ്ടാക്കി തന്നത് ശരിയാണ്. പക്ഷേ നിങ്ങളുടെ കാര്യമോർത്ത് എനിക്കൊരു കഷ്ണം പോലും തൊണ്ടയിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാനത് കഴിച്ചിട്ടുമില്ല.
ഞാൻ ഒരല്പം വൈകിയിരുന്നുവെങ്കിൽ ഏട്ടൻ ഒരു 4 ചപ്പാത്തിയെങ്കിലും തട്ടിയെടുത്തേനെ. വേണമെങ്കിൽ ഇപ്പോഴും സമയമുണ്ട്, ഞാൻ അവിടെ കൊണ്ടുപോയി വിടാം. സുധീഷ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ വീട്ടിലെ സങ്കട അന്തരീക്ഷം പതുക്കെ അത് സന്തോഷമായി മാറി. എല്ലാവരുടെയും മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. എനിക്ക് എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാത്തതുകൊണ്ടാടാ ഞാൻ പെട്ടെന്ന് അവിനാഷിന്റെ വീട്ടിലേക്ക് അഭയം തേടി പോയത്. സുഭാഷ് തന്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു. ഏട്ടൻ ഇവിടെ നിന്ന് പോയാൽ ഞങ്ങളിവിടെ സന്തോഷത്തോടെ ഇരിക്കുമെന്നാണോ ഏട്ടൻ കരുതിയത്? ഹരീഷ് ചോദിച്ചു. നികേഷ് തങ്ങൾ അലഞ്ഞ നെട്ടോട്ടം ഓർത്തെടുത്തു. അവർ കോളേജിലേക്കും ജോലികളിലേക്കും ജോലി സ്ഥലത്തേക്കൊന്നും പോവാതെ സുഭാഷിനെ തിരയുകയായിരുന്നു. അനിയന്മാർ ഇത്രത്തോളം തളർന്നു പോകുമെന്ന് താൻ കരുതിയില്ല എന്ന് സുഭാഷ് സമ്മതിച്ചു. തുടർന്ന് ഹരീഷ് പുറത്തുപോയി എല്ലാവർക്കുമായി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നു. ഒടുവിൽ അച്ഛൻ ഭാസ്കരനും അവർക്കൊപ്പം ഇരുന്ന് സന്തോഷത്തോടുകൂടെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ആ ഒരു കരുത്തറ രാത്രിക്ക് ശേഷം കിളിക്കൂട്ടിൽ വീണ്ടും വെളിച്ചം പടർന്നു. അടുത്ത ദിവസം രാവിലെ നികേഷ് ഉറക്കമുണർന്നെഴുന്നേറ്റപ്പോൾ അവന്റെ മനസ്സിൽ വീണ്ടും ഒരു ഭയമുണ്ടായിരുന്നു. അവൻ വേഗം അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. അവിടെ സുഭാഷേട്ടൻ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. നികേഷിനെ കണ്ടപ്പോൾ സുഭാഷ് പുഞ്ചിരിച്ചു. എന്താടാ നികേഷെ നോക്കുന്നത്? ഞാൻ ഇനി എങ്ങോട്ടും പോവില്ല, നിനക്ക് ഞാനത് ഉറപ്പു നൽകുന്നു. രാത്രി മുഴുവൻ സുഭാഷേട്ടൻ എങ്ങാനും വീണ്ടും ഓടിപ്പോകുമോ എന്ന് ഭയന്ന് ഉറങ്ങാതെ കാവലിരിക്കുന്ന അനിയന്മാരുടെ ആ ഒരു വലിയ സ്നേഹം സുഭാഷിന്റെ ഹൃദയത്തെ സ്പർശിച്ചിരുന്നു. ഈ സമയം സുധീഷും ഹരീഷും ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറികളും സാധനങ്ങളും എല്ലാം വാങ്ങി വീട്ടിലേക്ക് എത്തിച്ചു. പച്ചക്കറി വാങ്ങാൻ പോകുന്ന വഴിയിൽ പോലും ഹരീഷ് തമാശ രൂപേണ പറഞ്ഞു, ഏട്ടൻ വീണ്ടും ഓടിപ്പോയാലെന്ന് കരുതിയിട്ടാ ഞാൻ വേഗം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഇത് കേട്ട് സുഭാഷിന് ചെറിയൊരു കുറ്റബോധം തോന്നി. ഇതിനിടയിൽ തന്നെ സുഭാഷിനെ കാണാതായ വാർത്ത അറിഞ്ഞ് വലിയച്ഛനും അമ്മായും വീട്ടിൽ വന്ന് അന്വേഷിച്ച കാര്യം നികേഷും നിധിയൊക്കെ അവനോട് പറഞ്ഞു. വർഷങ്ങളായി തങ്ങളോട് അകന്നു നിന്ന ബന്ധുക്കൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഓടിയെത്തിയത് സുഭാഷിന് വലിയ ആശ്വാസമായി തോന്നി. എങ്കിലും ആ പഴയ ജ്യോത്സ്യൻ പറഞ്ഞ സ്ത്രീദോഷവും ശാപവാക്കുകളും സുഭാഷിന്റെ മനസ്സിനെ വീണ്ടും ഒരു അശാന്തിയുണ്ടാക്കിക്കൊണ്ടിരുന്നു. തന്റെ സാന്നിധ്യം കാരണം അനിയന്മാരുടെ ഭാവി തകരുമോ എന്ന ചിന്ത അയാളെ വീണ്ടും അലട്ടി. നമുക്ക് തൽക്കാലം ഞാൻ മാറി താമസിക്കുന്നതല്ലേ നല്ലത്? സുഭാഷ് വീണ്ടും ആ വിഷയം തന്നെ മുന്നോട്ട് വെച്ചു. എന്നാൽ സുധീഷും ഹരീഷും ഇതിനൊരു തന്ത്രപരമായ പരിഹാരമുണ്ടാക്കി പറഞ്ഞു. ആ പഴയ ജ്യോത്സ്യൻ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം തന്നെ വെറും നുണയാണെന്ന് സുഭാഷേട്ടന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ തന്നെ അവരൊരു വഴി കണ്ടെത്തി. അവർ കേരളത്തിലെ പ്രശസ്തമായ 4 ജ്യോത്സ്യന്മാരെ ഒരേപോലെ കിളിക്കൂട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. 4 പേരും ഒരുപോലെ നിനക്ക് ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഏട്ടൻ ഈ വീട്ടിൽ മാറി താമസിക്കാം, എന്നാൽ ദോഷമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ വീട് വിട്ടു പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കരുത്. സുധീഷ് വെച്ച വ്യവസ്ഥക്ക് സുഭാഷ് അംഗീകരിച്ചു. പറഞ്ഞ പോലെ തന്നെ സുധീഷും ഹരീഷും 4 ജ്യോത്സ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഓട്ടോറിക്ഷയിൽ കിളിക്കൂട്ടിന്റെ മുറ്റത്തേക്കെത്തി. ഇത്രയും പേരെ ഒരുമിച്ച് കണ്ട ഭാസ്കരൻ അത്ഭുതത്തോട് ചോദിച്ചു, ഇതെന്താണ് സുധീഷേ, ഈ വീട്ടിൽ വല്ല ഗണപതി ഹോമവും നടത്താൻ പോകുന്നുണ്ടോ? അല്ലച്ച, സുഭാഷേട്ടന്റെ മനസ്സിലെ ആ ഒരു ഭയം മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാ ഇവരെല്ലാവരെയും, സുധീഷ് പറഞ്ഞു. ജ്യോത്സ്യന്മാർ പരസ്പരം ചർച്ച ചെയ്തതിനു ശേഷം അഭിപ്രായം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സുധീഷ് ഒരു ബുദ്ധി പ്രയോഗിച്ചു. ഓരോരുത്തരെയായി അകത്തേക്ക് വിളിച്ചു കയറ്റി സുഭാഷിന്റെ ജാതകം നോക്കിക്കാനായിരുന്നു അവന്റെ തീരുമാനം. ആദ്യത്തെ ജ്യോത്സ്യൻ അകത്തേക്ക് വന്ന് സുഭാഷിന്റെ ജാതകം പരിശോധിച്ചു. ജാതകം നോക്കിയ ഉടനെ തന്നെ അയാളുടെ കണ്ണുകൾ തള്ളിപ്പോയി. ഇയാൾ ഒരു കോടീശ്വരനാകേണ്ട ജാതകക്കാരനാണ്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും ഉത്തമമായ ജാതകം കണ്ടിട്ടില്ല. വലിയ യോഗമുള്ള ആളാണ് അദ്ദേഹം പ്രവചിച്ചു. തുടർന്ന് അദ്ദേഹം ചോദിച്ചു, അല്ല, ഇയാൾക്ക് കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഉണ്ടാകേണ്ട സമയമായില്ലേ എന്ന്. അത് കേട്ടപ്പോൾ വീട്ടുകാർ ഒന്നടങ്കം ഞെട്ടി. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല സർ, സുഭാഷ് ആണയിട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛൻ ഭാസ്കരൻ പോലും സുഭാഷിനെ ഒന്ന് സംശയത്തോടെ നോക്കി തുടങ്ങി. വീട്ടിലേക്ക് മഹാലക്ഷ്മി വരാൻ പോവാണ്. ഒരു മാസത്തിനകം തന്നെ കല്യാണം നടക്കും. കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് ആദ്യത്തെ ജ്യോത്സ്യൻ മടങ്ങി. തുടർന്ന് രണ്ടാമത്തെ ജ്യോത്സ്യൻ വന്നു. ജാതകം പരിശോധിച്ച ഉടനെ തന്നെ അയാൾ പറഞ്ഞു, ഈ കുട്ടിക്ക് ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായ പ്രവചനമായിരുന്നു. തുടർന്ന് അയാൾ പറഞ്ഞു, വരാൻ പോകുന്ന ഭാര്യ ഒരു അമ്മയെപ്പോലെ ഇവനെ നോക്കും. ഉടനെ തന്നെ കല്യാണം നടക്കും. ആദ്യം ഒരു ആൺകുട്ടിയും പിന്നീട് ഒരു ഇരട്ട പെൺകുട്ടികളും ഉണ്ടാവും. ഇത് കേട്ട സുധീഷ് സുഭാഷിനെ കളിയാക്കി. ആഹാ, ഏട്ടന് ഡബിൾ പ്രൊമോഷനാണല്ലോ. 4-5 വലിയ വീടുകൾ സുഭാഷ് പണിയുമെന്നും ഈ ജാതകത്തിന് യാതൊരുവിധ പെൺദോഷവുമില്ല എന്നും രണ്ടാമത്തെ ജ്യോത്സ്യൻ സാക്ഷ്യപ്പെടുത്തി. മൂന്നാമത്തെ ജ്യോത്സ്യൻ വന്നപ്പോൾ ചെറിയൊരു ദോഷം പ്രവചിച്ചു. ഇവന് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സർപ്പദോഷം വന്നിട്ടുണ്ട്. കുട്ടിക്കാലത്ത് വീട്ടിൽ വന്നൊരു പാമ്പിനെ തല്ലിക്കൊന്ന കാര്യം സുഭാഷ് ഓർത്തെടുത്തു. അതിനുള്ള പരിഹാരവും കുടുംബക്ഷേത്രത്തിലെ വഴിപാടാണെന്ന് ആ ജ്യോത്സ്യൻ വ്യക്തമാക്കി. ഒടുവിൽ 4-ാമത്തെ ജ്യോത്സ്യനും വന്നു. സുഭാഷ് ഇപ്പോൾ ചെറിയൊരു ഗുരുദോഷമുണ്ട്. അത് മാറുന്നതോടുകൂടെ വടക്ക് ദിശയിൽ നിന്നും തങ്കം പോലൊരു പെണ്ണ് ജീവിതത്തിലേക്ക് വരുമെന്ന് പ്രവചിച്ചു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കുലദൈവത്തെ മറന്നതാണെന്ന് 4 പേരും ഒരുപോലെ തന്നെ പറഞ്ഞു. പിന്നീട് ജ്യോത്സ്യന്മാർക്കെല്ലാം ദക്ഷിണ നൽകിയതിനു ശേഷം അവരെ തിരികെ കൊണ്ടുവിടാൻ സുധീഷ് ഭാസ്കരനെ ചുമതലപ്പെടുത്തി.
ജ്യോത്സ്യന്മാരുടെ പ്രവചനം കേട്ടതോടുകൂടി സുഭാഷിന്റെ മനസ്സിലെ ഭയമെല്ലാം പൂർണ്ണമായും മാറി. അയാളുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. കേട്ട ഓരോരുത്തരും ഓരോ കഥയാണ് പറഞ്ഞത്. പക്ഷേ ഒരാൾ പോലും നിനക്ക് സ്ത്രീദോഷമുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ പഴയ ജ്യോത്സ്യൻ പറഞ്ഞത് വെറും നുണയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? സുധീഷ് ചോദിച്ചു. സുഭാഷ് സന്തോഷത്തോടെ തലയാട്ടി. എന്നാൽ ഈ സമയത്ത് 4 ജ്യോത്സ്യന്മാരും പറഞ്ഞ ഒരേ ഒരു പ്രധാന കാര്യം നിധി ഓർമ്മിപ്പിച്ചു. അവർ 4 പേരും ഒരു കാര്യം ഒരുപോലെ പറഞ്ഞല്ലോ. കുടുംബക്ഷേത്രത്തിലെ വഴിപാട്. നമ്മുടെ കുടുംബക്ഷേത്രം എവിടെയാണ്? ആ ചോദ്യത്തിനു മുന്നിൽ അനിയന്മാർ 4 പേരും ഒന്ന് നിശബ്ദരായി. കാരണം തങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് സുഭാഷിനോ സുധീഷിനോ ഹരീഷിനോ നികേഷിനോ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. തിരുവനന്തപുരത്താണ് ജനിച്ചതെന്ന് ഇതുവരെ അവർ കുലദൈവങ്ങളെ തേടി പോയിട്ടില്ല. തങ്ങളുടെ കുടുംബത്തിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് നിധിയോട് സംസാരിക്കുമ്പോൾ സുധീഷിന്റെ ശബ്ദമിടറി. ഞങ്ങളുടെ കുടുംബത്തിന് വലിയൊരു കറുത്ത ചരിത്രമുണ്ട് നിധി. അച്ഛൻ അമ്മയെ കൊന്നത് എന്തിനാണെന്നോ നികേഷിന്റെ അമ്മ എവിടേക്കാണ് പോയതെന്നു പോലുള്ള വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന വീടാണിത്. ഈ രഹസ്യങ്ങൾക്കിടയിൽ ഞങ്ങളറിയാതെ മറ്റൊരു കാര്യമായി കുലദൈവങ്ങൾ മാറി. ഒടുവിൽ ഉമ്മറത്തിരുന്ന് പഴയ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്ന ഭാസ്കരനെ നിധി അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നു. അവൾ വളരെ ഗൗരവത്തോട് ചോദിച്ചു, അച്ഛാ, നമ്മുടെ കുടുംബക്ഷേത്രം എവിടെയാണ്? നമ്മുടെ കുലദൈവം ഏതാണ്? എന്നാ ആ ചോദ്യം കേട്ടപ്പോൾ ഭാസ്കരന്റെ മുഖമങ്ങ് മാറി. അയാൾ വിസമ്മതത്തോടെ കൈമലർത്തി. ഹാ, എന്ത് കുടുംബക്ഷേത്രം? അതൊക്കെ ആർക്കറിയാം? എനിക്കറിയില്ല. അയാൾ ഒഴിഞ്ഞു മാറാൻ നോക്കി. സ്വന്തം നാടും പൂർവികരും എവിടെയാണെന്ന് അച്ഛൻ ഞങ്ങളോട് പറയണം. അത് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ, നിധി ആവർത്തിച്ച് ചോദിച്ചു. എന്നാ ഭാസ്കരൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു. എനിക്കൊന്നും അറിയില്ല. എനി ക്വസ്റ്റ്യൻസ് എന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും മെല്ലെ ഇറങ്ങിപ്പോയി. അച്ഛന്റെ ഈ അസ്വാഭാവികമായ പെരുമാറ്റവും ഭയവും നിധിയെ അത്ഭുതപ്പെടുത്തി. ഭാസ്കരൻ എന്തോ വലിയ കുടുംബരഹസ്യം തങ്ങളിൽ നിന്നും ഒളിച്ചു വെക്കുന്നുണ്ട് എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എന്തൊക്കെ തന്നെ ഒളിപ്പിച്ചു വെച്ചാലും എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബക്ഷേത്രം കണ്ടുപിടിച്ച് അവിടെ പോവുക തന്നെ ചെയ്യും, നിധി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. സുഭാഷിന്റെ ജാതകദോഷം വെറും നുണയാണെന്ന് തെളിഞ്ഞുവെങ്കിലും കിളിക്കൂട് കുടുംബത്തിന്റെ വരും ദിനങ്ങൾ ഇനി കുലദൈവത്തെ തേടിയുള്ളതായിരിക്കും. ഭാസ്കരൻ ഒളിച്ചു വെക്കുന്ന ആ വലിയ കുടുംബരഹസ്യത്തിന്റെ ചുരുളൊഴിയുന്നതുമായ പുതിയ യാത്രയിലേക്കാണ് ഇനി വഴി തുറക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.